നമസ്കാരം. രാജ്യത്ത് വളരെയധികം വിപ്ലവകരമായ ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച ഗവൺമെൻറ് ഏജൻസിയാണ്, സ്പേസ് ഏജൻസിയാണ് ISRO. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പേസ് ഏജൻസി, രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഏജൻസി. ഒരുപക്ഷെ ലോകം ഏറ്റവും കൂടുതൽ നാസ കഴിഞ്ഞാൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സ്പേസ് ഏജൻസി തന്നെയാണ് ISRO. പക്ഷേ കഴിഞ്ഞ കുറച്ചു നാളുകളായി ISROയിൽ പരാജയങ്ങൾ മാത്രമാണ്. തുടർ പരാജയങ്ങൾ മുങ്ങി നിൽക്കുകയാണ് ISRO. വലിയ സംശയങ്ങളാണ് ഇതിന് പിന്നിൽ ഉയർന്നു കേൾക്കുന്നത്. അതിനെ തുടർന്നാണ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് അതിനെ തുടർന്നാണ് വളരെ രഹസ്യമായി അജിത് ഡോവൽ തിരുവനന്തപുരത്തെത്തിയത്. അജിത് ഡോവലിന് തിരുവനന്തപുരത്ത് സുരക്ഷ ഒരുക്കിയത് 4 പോലീസുകാർ മാത്രം, അതും മഫ്തിയിൽ മതിയെന്നായിരുന്നു നിർദ്ദേശം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തിരുവനന്തപുരത്ത് VSSയിലെത്തി യോഗങ്ങളിൽ പങ്കെടുത്ത് മടങ്ങിയ വിവരം അറിയാതെ സംസ്ഥാന ഇന്റലിജൻസ് 6ഓളം യോഗങ്ങളിൽ പങ്കെടുത്ത ഡോവൽ ജനുവരി 22, 23 തീയതികളിലാണ് കേരള തലസ്ഥാനത്തെത്തിയത്. വിവേകാനന്ദ പാറയിലേക്കുള്ള സന്ദർശനം എന്ന ഇന്റലിജൻസിനെ അറിയിച്ചായിരുന്നു വരവ്. 4 പോലീസുകാർ മാത്രമാണ് ഡോവലിന്റെ സുരക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്. ഡോവലിനൊപ്പം വിമാനത്തിൽ വച്ചെടുത്ത സെൽഫി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. PSLV വിക്ഷേപണത്തിൽ തുടർച്ചയായ ഉണ്ടായ പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഡോവൽ എത്തിയതെന്നാണ് സൂചന. അതീവ രഹസ്യമായി തലസ്ഥാനത്തെത്തി മടങ്ങാനായിരുന്നു തീരുമാനം. ചാർട്ടേഡ് വിമാനം ഒഴിവാക്കി ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഡോവലിന്റെ കേരളത്തിലേക്കുള്ള യാത്ര. 22-ന് VSSയിൽ എത്തിയ അദ്ദേഹം അവിടെ തങ്ങിയാണ് യോഗങ്ങളിൽ പങ്കെടുത്തത്. ശാസ്ത്രജ്ഞന്മാരുമായി കൂടിക്കാഴ്ചയും നടത്തി. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയ ദിവസം രാവിലെ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് തിരിച്ചു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനെന്ന വിവരം ലഭിച്ചത് അനുസരിച്ച് സംസ്ഥാന ഇന്റലിജൻസ് സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചെങ്കിലും അത് വേണ്ടെന്ന് പറയുകയും മഫ്തിയിലെ പോലീസുകാരെ ആവശ്യപ്പെടുകയുമായിരുന്നു. വിമാനയാത്രയിൽ അജിത് ഡോവലിനൊപ്പമുള്ള ചിത്രം രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചെങ്കിലും യാത്ര എവിടേക്കാണെന്ന വിവരം പുറത്തു വന്നിരുന്നില്ല. രഹസ്യ സ്വഭാവം നിലനിർത്തി വന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാണ് അജിത് ഡോവൽ മടങ്ങിയത്. ഡൽഹിയിൽ തിരികെ എത്തിയ ഡോവൽ PSLVയുടെ തുടർ പരാജയങ്ങളിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചെന്ന റിപ്പോർട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടായ പരാജയങ്ങളിൽ അട്ടിമറി ഇല്ലെന്നാണ് അജിത് ഡോവൽ നൽകിയ റിപ്പോർട്ട് എന്നതാണ് വിവരം. വീഴ്ചയുടെ കാരണങ്ങൾ എന്താണെന്ന വിലയിരുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.